സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം ആളുകൾക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന ആനുകൂല്യങ്ങളുമാണ് ലഭിക്കുന്നത്. ഇത് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷനുകളിൽ ഒന്ന് തന്നെയാണ്. 1600 രൂപ വീതമാണ് പെൻഷനായി വിതരണം ചെയ്യുന്നതും. ഇപ്പോൾ കൃത്യമായി തന്നെയാണ് ഈ പെൻഷൻ തുകയുടെ വിതരണം നടന്നു വരുന്നത്. എന്നാൽ ഈ പെൻഷൻ തുക ഉയർത്തും എന്നുള്ള അറിയിപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പെൻഷൻ തുക 100 മുതൽ 200 രൂപ വരെ വർധനവ് ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പെൻഷൻ തുക 1700 രൂപയോ 1800 രൂപയോ ആക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പുകളുള്ളത്. ഈ ഭരണകാലാവധി അവസാനിക്കുന്നതിന് മുമ്പായി തന്നെ കൂടിയ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകുമെന്നും അറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. പെൻഷൻ തുക വർധനവുണ്ടായാൽ നിരവധി ആളുകൾക്ക് ആശ്വാസമായിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കും. കൂടാതെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷൻ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട്. പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. അതിനാൽ 1600 രൂപ ലഭിക്കുന്ന എല്ലാവരും തന്നെ ഈ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതുമാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷനും വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷനും കർഷക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരും എല്ലാവരും തന്നെ ഈ മസ്റ്ററിംഗ് കൃത്യമായ സമയത്ത് ചെയ്യേണ്ടതാണ്. ജൂൺ 25 മുതൽ ആഗസ്റ്റ് 24 വരെയാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയപരിധി. 2 മാസത്തെ കാലാവധി ഇതിനായിട്ടുണ്ട്. അതിനാൽ സമയമനുസരിച്ച് എല്ലാവരും കൃത്യമായി തന്നെ പൂർത്തീകരിക്കേണ്ടതാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കുന്നത്. അതിനാൽ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. കിടപ്പ് രോഗികളുണ്ടെങ്കിൽ അവർക്കുള്ള മസ്റ്ററിംഗ് വീടുകളിൽ വന്ന് ചെയ്യുന്നതായിരിക്കും. ഇതിനായി വാർഡ് മെമ്പറെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ അറിയിക്കേണ്ടതുണ്ട്. അക്ഷയ കേന്ദ്രം വഴി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് 30 രൂപയായിരിക്കും ഫീസായി ഈടാക്കുക. കൂടാതെ പെൻഷനായി ലഭിക്കുന്ന 1600 രൂപയിൽ കേന്ദ്രവീതം കൂട്ടി ലഭിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവർക്ക് തുക കൃത്യമായി ബാങ്ക് അക്കൗണ്ടിൽ എത്തണമെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി സീഡ് ചെയ്യേണ്ടതുണ്ട്. ഇത് കൃത്യമായി ചെയ്താലാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തുക. ഇങ്ങനെ സീഡ് ആയിട്ടില്ല എങ്കിൽ ബാങ്കിൽ ചെന്നു കഴിഞ്ഞാൽ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി സീഡ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. 25-ാം തീയതിക്ക് ശേഷം മാത്രമാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിംഗ് നടപടികൾ തുടങ്ങുകയുള്ളൂ. മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കിയതിനു ശേഷം ഇവ ചെയ്യേണ്ടതാണ്. 1600 രൂപ വീതം ലഭിക്കുന്ന എല്ലാവരും തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിക്കേണ്ടതുമാണ്. പെൻഷൻ തുക തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് ഇവ കൃത്യമായി തന്നെ ചെയ്യേണ്ടതാണ്. മസ്റ്ററിംഗിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പെൻഷൻ ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുകയുള്ളൂ. അതിനാൽ ശരിയായ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്.